പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായതു മുതലുള്ള വിശേഷങ്ങൾ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുന്നതിനിടയിൽ തന്നെ ഗർഭിണിയാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതെ, നിങ്ങളുടെ കണ്ടെത്തലുകൾ ശരിയാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ്. സ്കാനിംഗ് പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു ദിയ പ്രഗ്നൻസി അനൗൺസ്മെൻറ്റ് നടത്തിയത്. നിമിഷ നേരം കൊണ്ടായിരുന്നു വീഡിയോ വൈറലായത്. വീട്ടിലുള്ളവർ എങ്ങനെ പ്രതികരിച്ചു എന്ന ചോദ്യത്തിന് റിയാക്ഷൻ വീഡിയോയും ദിയ കാണിച്ചിരുന്നു. തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. മിക്കപ്പോഴും ആശുപത്രിയിൽ തന്നെയായിരുന്നു എന്നും പോയി ട്രിപ്പിടുമായിരുന്നു. വീട്ടിൽ കുറേ ആളുകൾ ഉള്ളതുകൊണ്ട് എപ്പോഴും കൂടെ ആരെങ്കിലും കാണും. എങ്ങനെയെങ്കിലും ഈ അവസ്ഥ കടന്നു കിട്ടിയാൽ മതിയെന്നായിരുന്നു അന്ന്. എത്ര ഇഷ്ടത്തോടെ കഴിച്ചാലും എല്ലാം പുറത്തു പോവും എന്നായിരുന്നു സിറ്റുവേഷൻ. മീൻ വിഭവങ്ങളായിരുന്നു താല്പര്യം. അതിനാൽ തന്നെ മിക്കപ്പോഴും സ്വന്തം വീട്ടിലായിരുന്നു ദിയ. ഇനി പഴയതുപോലെയൊരു ജീവിതം കിട്ടില്ലേ എന്നോർത്തുവരെ കരഞ്ഞിരുന്നു അന്ന്. 3-ാം മാസം കഴിഞ്ഞപ്പോഴാണ് അവസ്ഥ മാറിയത്. എല്ലാം ആസ്വദിച്ചു തുടങ്ങിയതും അപ്പോഴായിരുന്നു. 5-ാം മാസത്തിലായിരുന്നു ദൃഷ്ടി മാറാനായി സ്പെഷ്യൽ പൂജ നടത്തിയത്. 2 ദിവസങ്ങളിലായി നടത്തിയ പൂജയുടെ വിശേഷങ്ങൾ വൈറലായിരുന്നു. വ്യത്യസ്തമായ മേക്ക് ഓവറുകളായിരുന്നു ദിയ പരീക്ഷിച്ചത്. കല്യാണത്തിന് ഒരുങ്ങിയത് ശരിയായില്ലെന്ന് പറഞ്ഞവരുടെ വായടപ്പിക്കുകയായിരുന്നു ഇരുവരും. വളകാപ്പിന് മുന്നോടിയായി ബേബി മോൺ യാത്ര നടത്തിയിരിക്കുകയാണ് അച്ഛനും ദിയയും. ബാലി ദ്വീപിലേക്കായിരുന്നു ഇവരുടെ യാത്ര. നേരത്തെ ബാച്ചലറായിരുന്ന സമയത്ത് ഇരുവരും ബാലിയിൽ പോയിരുന്നു. അന്നത്തെ വിശേഷങ്ങൾ ദിയ വീഡിയോയിലൂടെ കാണിച്ചിരുന്നു. ബേബി മൂൺ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ബേബി മൂൺ ഡൺ റൈറ്റ് എന്ന ക്യാപ്ഷനോടെ ബിക്കിനി ചിത്രമായിരുന്നു പങ്കുവച്ചത്. അതീവ സന്തോഷത്തോടെ നിറവയറിൽ കൈവച്ചായിരുന്നു ദിയ പോസ്റ്റ് ചെയ്തത്. നിമിഷ നേരം കൊണ്ടായിരുന്നു ചിത്രം വൈറലായി മാറിയത്. പതിവ് പോലെ ഇത്തവണയും വരാൻ പോകുന്ന ആളെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ടായിരുന്നു. പോസിറ്റീവായും നെഗറ്റീവുമായുള്ള പ്രതികരണങ്ങളും ചിത്രത്തിന് താഴെയുണ്ട്. സ്നേഹത്തോടെയായിരുന്നു ശാസിച്ചവരും ഉണ്ടായിരുന്നു. കാര്യമായ മാറ്റങ്ങളൊന്നും തനിക്ക് സംഭവിച്ചിട്ടില്ല, കുറച്ച് വയറുണ്ടെന്നേയുള്ളൂ എന്നായിരുന്നു ദിയ നേരത്തെ പറഞ്ഞത്. അത് ശരിവെക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത്.